സോ അപ്പം നമ്മളിന്ന് OTT റിലീസായി എത്തിയിട്ടുള്ള ആർട്ടിക്കിൾ 370 എന്ന സിനിമയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആദിത്യ ജുഹാസ് ജംബാലെ സംവിധാനം ചെയ്ത ആർട്ടിക്കിൾ 370 യാമി ഗൗതം, പ്രിയാമണി എന്നിവരാണ് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം 2019 ഓഗസ്റ്റ് 5 നമ്മളെല്ലാവരും ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും ഇതാക്കി വെച്ച ഒരു ബില്ലുണ്ടായിരുന്നു. നമ്മുടെ ജമ്മു കാശ്മീരിൻ്റെ 370 എന്നൊരു പ്രത്യേക പദവി എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ഒരു ബില്ലാണ്. വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഇതുവരെ ആരും ചെയ്യാൻ പോലും തയ്യാറാകാത്ത ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിലേക്കുള്ള യാത്രയും അതിന് മുന്നോടിയായി നടന്ന കുറേ ഇൻസിഡൻസ്, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, പൊളിറ്റിക്കൽ പ്രഷേഴ്സ് ആയാലും ഓരോരുത്തരുടെ വ്യക്തി താല്പര്യങ്ങൾ കാരണം അവിടെ ഒരു എന്താ പറയുക, സെപ്പറേറ്റ് ആയിട്ട് ഇന്ത്യ എന്നുള്ള രാഷ്ട്രത്തിൽ നിന്നും വേർപിരിഞ്ഞമായിട്ട് ഒരു പുതിയൊരു രാജ്യം പോലെയായിരുന്നു അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അവരുടെ നിയമങ്ങളും എല്ലാം ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം വിട്ട് മൊത്തത്തിലൊരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബില്ലാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഇവൻറ്റ്സാണ്. വളരെ എൻഗേജിങ് ആൻഡ് ഗ്രിപ്പിംഗ് ആയിട്ടാണ് സിനിമ എടുത്തിട്ടുള്ളത്. യാമി ഗൗതം ആയാലും പ്രിയാമണി ആയാലും അവരുടെ റോളുകളൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ടെക്നിക്കൽ സൈഡ് എടുത്തു നോക്കിയാലും വളരെ നൈസാണ്. ഈ സിനിമ വളരെയധികം ഇൻഫോർമേറ്റീവ് ആണ്. ഇതിൽ എത്രത്തോളം ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് ആണ്. അപ്പോൾ ശരിക്കും നടന്ന കഥകളെ ആസ്പദമാക്കി ഒരു സിനിമാറ്റിക് ടച്ച് കൊടുത്തിട്ടായിരിക്കണം ഇത് ചെയ്തിട്ടുണ്ടാവുക. കാരണം ആ ക്യാരക്ടറൈസേഷൻസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അറിയില്ല. സോ ഇത് കാണുമ്പോൾ നമുക്കറിയാം അവർ എത്രത്തോളം ഈ ഒരു ബില്ല് കൊണ്ടുവരാൻ എന്തൊക്കെയായിരുന്നു തരണം ചെയ്ത്, എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് ആണ്, എന്തൊക്കെ തടസ്സങ്ങളാണ് നമുക്ക് വളരെ വ്യക്തമായി അറിയാൻ പറ്റും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ. അതുമാത്രമല്ല, അതൊരു സിനിമ എന്നുള്ള രീതിയിലാണെങ്കിലും വളരെ ഒരു മികച്ച സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നല്ലൊരു എൻഗേജിങ് ആയിരുന്നു, നല്ല അത്യാവശ്യം ഗുഡ് മൂവിയാണ്. ആൻഡ് ഈ ഒരു ബില്ല് അതിൽ കുറേ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. കാരണം അവരുടെ ഒരു ബേസിക് നീഡ്സ്, അവിടുത്തെ ആളുകൾ ഭയങ്കര സന്തോഷത്തോടെയാണ് അതിന് എതിരേറ്റ് എന്നുള്ളത് കുറേ സിനിമയുടെ അവസാനം കാണിക്കുന്നുണ്ട്. കാരണം അവിടെ ഒരു എന്താ പറയുക, അവർ ഭരിച്ചിരുന്ന അവിടെ പ്രത്യേകമായുള്ള ഒരു ഭരണ സംവിധാനമായിരുന്നല്ലോ. അപ്പോൾ അവിടെ അവർ ബേസിക് നീഡ്സിന് പോലും ഇവർ പറയുന്ന പോലെ ചെയ്താൽ മാത്രമേ അവർക്ക് അതുപോലും കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അങ്ങനെ ഒരു ബില്ല് അവിടെ ജനങ്ങളുടെ അത്യാവശ്യം അല്ലെങ്കിൽ ആവശ്യമായിരുന്നു. സോ അതിലേക്കുള്ളൊരു യാത്രയാണ് ഈ സിനിമ. തീർച്ചയായും കണ്ടു നോക്കുക, നെറ്റ്ഫ്ലിക്സിലുണ്ട്. സോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ആർട്ടിക്കിൾ 370 ഒരു നല്ലൊരു മൂവിയാണ്.